എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കൊടും ചൂടിൽ നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കാൻ പറ്റിയ 6 തരം ജ്യൂസുകളാണ് ഇന്ന് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. വളരെ കുറഞ്ഞ ചിലവിലാണ് ഈ ജ്യൂസ് 6ഉം തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മുടെ വീടുകളിൽ എല്ലാവരുടെയും വീടുകളിൽ ഉള്ള ഈ ചേരുവകൾ മാത്രം മതി നമുക്കിത് തയ്യാറാക്കാനായിട്ട്. വലിയ പൈസ ചിലവ് ഒന്നും ഇല്ലാത്ത വളരെ ചീപ്പായിട്ടുള്ള 6 ഡ്രിങ്കും, പക്ഷേ വളരെ ഹെൽത്തിയും ആയിട്ടുള്ള ഡ്രിങ്കാണ്. കൊളസ്ട്രോളും പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളവർക്ക് ഈ 6 തരം ജ്യൂസും അമൃതിന് തുല്യമാണ്. ഒരു പ്രാവശ്യം എന്തായാലും നിങ്ങൾ ഈ രീതിയിൽ തയ്യാറാക്കി കഴിച്ചു നോക്കണം. നല്ല രുചിയുമാണ് കഴിക്കാനായിട്ട്. ആദ്യം ഞാൻ വെള്ളരിക്ക ജ്യൂസാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഒരു വെള്ളരിക്കയുടെ പാതിയും ഒരു നെല്ലിക്കയും എടുത്തിട്ടുണ്ട്. ഒരു കഷണം ഇഞ്ചിയും എല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് 2 തണ്ട് പുതിന കൂടി ഇട്ട് കൊടുക്കണം. പുതിന കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല രുചിയും അതുപോലെ ഒരു റീഫ്രഷ്മെൻറ്റും കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി അടിച്ച് നമുക്കൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ച് വേണം ഒഴിക്കാനായിട്ട്. ഇതിൽ കസ്കസോ ചിയാ സീഡോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് രണ്ടും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് കസ്കസും ചിയാ സീഡും ചേർക്കണമെങ്കിൽ ചേർക്കാം. ഐസ് വേണമെങ്കിൽ ഐസും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത് ഐസ് ഇപ്പോൾ ചേർക്കുന്നില്ല, കാരണം വീട്ടിൽ ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും കോൾഡാണ്. അതുകൊണ്ട് ഐസ് ചേർക്കാതെയാണ് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കുന്നത്. ഒരു സ്പൂൺ നാരങ്ങാ നീരും 1/4 ടീസ്പൂൺ ഉപ്പുമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ജ്യൂസ് കണ്ടു നോക്കാം. ഇത് അലോവേരയുടെ ജ്യൂസാണ്, കറ്റാർ വാഴ. ഇത് കറ്റാർ വാഴ വീട്ടിൽ ഉള്ളവർ ഫ്രഷായിട്ടാണ് കിട്ടുന്നതെങ്കിൽ കട്ട് ചെയ്ത് തലേ ദിവസം വച്ചിട്ട് ഒരുമാതിരി യെല്ലോ കളറിൽ ഒരു ലിക്വിഡ് പോലെ ഈ കറ്റാർ വാഴയിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ തലേ ദിവസം കട്ട് ചെയ്ത് വച്ചിട്ട് വേണം ഒരു പീസ് കട്ട് ചെയ്ത് ഇതുപോലെ നിങ്ങളതിനുള്ളിലുള്ള ഒരു ജെല്ലി എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇടണം. ആദ്യം ഒരു വെള്ളത്തിൽ കഴുകി വേണം എടുക്കാനായിട്ട്. എന്നിട്ട് ഒരു അല്പം പുതിനയും 1/2 സ്പൂൺ നാരങ്ങാ നീരും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അടിച്ചെടുക്കാം. ഇതും കുറച്ച് അരിച്ച് വേണം എടുക്കാനായിട്ട് കേട്ടോ. ഇത് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അരിക്കാതെ അങ്ങനെ തന്നെ കുടിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. എന്നാലും പുതിനയും ഇഞ്ചിയും നമ്മൾ ഇടുന്നത് കൊണ്ട് വായിൽ തട്ടാതിരിക്കാനാണ് ഞാനിത് അരിച്ചെടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതിലും കസ്കസും തേനോ ഉപ്പോ ചേർത്ത് കഴിക്കാം. ഐസിൻ്റെ കട്ട ആവശ്യമുള്ളവർക്ക് ഐസ് ചേർത്ത് കഴിക്കാവുന്നതാണ്. ഇതാണ് ചുരയ്ക്ക. ഈ ചുരയ്ക്ക ഇതുപോലെ ജ്യൂസ് അടിച്ച് കുടിക്കുകയാണെങ്കിൽ പ്രഷർ ഉള്ളവർക്ക് വളരെ നല്ലതാണ്. പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ ഇതുപോലെ വേറൊരു വെജിറ്റബിൾ തന്നെയില്ല. ഇതിൻ്റെ ഒരു കഷ്ണം മാത്രം മതി. അതിൻ്റെ ഉള്ളിലുള്ള അരിയും വൈറ്റ് കളറുള്ളത് എടുത്ത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒരു കഷ്ണം ഇഞ്ചിയും ഒരു നെല്ലിക്കയും 2 തണ്ട് പുതിനയും വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് അടിച്ചെടുക്കാം. ഈ കഴുത്തങ്കയുടെ ജ്യൂസ് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക്, ഷുഗറുകാർക്ക്, പ്രഷറുകാർക്ക് പൊട്ടാഷ്യം ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ നല്ലതാണ്. 1/2 സ്പൂൺ നാരങ്ങാ നീരും ഉപ്പും കൂടി ചേർത്ത് വേണം ഇത് കുടിക്കാനായിട്ട്. നെല്ലിക്ക മിസ് ചെയ്യരുത് കഴുത്തങ്ക നിങ്ങൾ ജ്യൂസ് അടിക്കുമ്പോൾ കേട്ടോ. അടുത്തത് നമുക്ക് ബീട്രൂട്ടും ഒരു കഷ്ണം ബീട്രൂട്ടും ഒരു ഉള്ളിയുടെ സവാളയുടെ പാതിയും 1/2 സ്പൂൺ നാരങ്ങാ നീരും കുറച്ച് വെള്ളവും കൂടി നമുക്ക് അടിച്ചെടുക്കാം. നല്ല കളറും സവാളയുടെ ജ്യൂസ് നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കാൻ അത് നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയത്തില്ല. സവാളയിൽ അത്രയ്ക്കും പ്രോപ്പർട്ടീസാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടുന്നത് അടങ്ങിയിട്ടുള്ളത്. ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളമായിട്ട് സവാളയിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിലും നിങ്ങൾക്ക് തേൻ ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ശംഖുപുഷ്പത്തിൻ്റെ പൂവാണ്. 4-5 ശംഖുപുഷ്പം ഇതുപോലൊരു പാത്രത്തിലിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം നമുക്കിതുപോലെ അരിച്ചെടുക്കാം. ഓർമ്മശക്തി കൂട്ടാനായിട്ട് വേറൊരെണ്ണം ഇല്ല. ആയുർവേദത്തിലേക്ക് ഓർമ്മശക്തി കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. ഇതിൽ കസ്കസ് ചേർത്ത് കൊടുക്കാം. നമുക്ക് തേൻ ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം തേനാണ് ഏറ്റവും നല്ലത്. പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ ഒരു അല്പം ചേർത്ത് കൊടുക്കണം. നാരങ്ങാ നീരും കൂടി കുറച്ച് ചേർത്ത് തേനും കൂടി ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. നല്ലതാണ്. ഐസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഐസ് ചേർത്ത് കൊടുക്കാം. അടുത്തത് ചെമ്പരത്തിപ്പൂവാണ്. ചെമ്പരത്തിപ്പൂവും ഇതുപോലെ വെള്ളത്തിൽ ഇട്ട് വച്ചതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കാം. തിളപ്പിക്കരുത് കേട്ടോ. ചെമ്പരത്തിപ്പൂ ഇട്ടതിന് ശേഷം നാരങ്ങാ നീരും ഒഴിച്ച് തേനും ഒഴിച്ച് കുടിക്കാവുന്നതാണ്. ഒരു ചിലവ് ഇല്ലാത്ത ഈ 6 തരം ജ്യൂസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ ഈ അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് ഇതൊന്നും ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം കേട്ടോ. ഇതുപോലുള്ള ജ്യൂസ് വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.